മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. SNC ലാവ്ലിൻ കേസിൽ ദിലീപ് രാഹുലിന് ED സമൻസ് അയച്ചത് 3 തവണയിലേറെ. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് അയച്ച 2023 തന്നെയായിരുന്നു ഇത്. ഹാജരാകാത്തതിനെ തുടർന്ന് ദിലീപ് രാഹുലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് അയക്കാൻ ED നടപടി തുടങ്ങിയിരുന്നു. ലാവ്ലിനു വേണ്ടി ഇടപെട്ടതും കമ്പനിയുടെ പ്രധാന ചുമതലക്കാരനായി നിന്നതും ദിലീപാണെന്നാണ് ED പറയുന്നത്. ED രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ പറയുന്ന SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന കണ്ണിയായി കണക്കാക്കുന്ന ഒരാളാണ് ദിലീപ് രാഹുലൻ. ദിലീപ് രാഹുലിന് 3 തവണയിലധികം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു, സമൻസ് അയച്ചിരുന്നു. പക്ഷെ അത് കൈപ്പറ്റാതെ മടങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഹാജരാകാതെ വന്ന പശ്ചാത്തലത്തിൽ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാനുള്ള നടപടി ED തുടങ്ങി. അങ്ങനെ ഇന്റർപോളിന് റിക്വസ്റ്റ് ചെയ്തു ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കണമെന്ന്. പക്ഷേ ആ നടപടിയും കാര്യമായി എവിടെയും എത്തിയില്ല എന്നതാണ് ബോധ്യമാകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചതായിട്ടുള്ള വിശദാംശങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത് ലാവ്ലിൻ കേസിലാണെന്നും വ്യക്തമായിരുന്നു. മാതൃഭൂമി ന്യൂസ് ആണ് അത് ലാവ്ലിൻ കേസിലാണ് എന്നത് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്. ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. എന്തായാലും ഇതിൽ ഈ ലാവ്ലിൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ കരാറിൽ ഉൾപ്പെടെ പ്രധാനമായും ഇടപെട്ടത് ദിലീപ് രാഹുലിനാണെന്നും അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ആളായി ചുമതലക്കാരനായി പ്രവർത്തിച്ചത് ദിലീപ് രാഹുലിനാണെന്നും ഒരു സൗത്ത് ഇന്ത്യയുടെ ഒരു ബിസിനസ് ഡയറക്ടർ എന്ന നിലയിൽ തന്നെയായിരുന്നു പ്രവർത്തനമെന്നുമൊക്കെയാണ് ED വ്യക്തമാക്കുന്നത്.